അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധ റമദാനിൻ്റെ അനുഗ്രഹീത റമദാനിൻ്റെ ഈ ദിവസത്തിൽ ഇന്ന് നാം പരിചയപ്പെടുന്ന നബിവചനം മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു വചനമാണ്. ഹദീസ് ഇങ്ങനെയാണ്: അൻ അനസ് ബിൻ മാലിക്കിൻ റളിയല്ലാഹു അൻഹു ഖാല മാ ഖതബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ ഖാല ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. ഈ ഹദീസ് വന്നിട്ടുള്ളത് ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ ഹദീസ് ഗ്രന്ഥത്തിലാണ്. ഷെയ്ഖ് അൽബാനി ഹസൻ എന്ന് വിശേഷിപ്പിച്ചതാണ്. സ്വഹീഹ് തർഗീബിലും നമുക്ക് ഈ ഹദീസ് കാണാനാകും. ഹദീസിൻ്റെ അർത്ഥം നമുക്കിങ്ങനെ മനസ്സിലാക്കാം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, മാ ഖതബന നബിയുല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഞങ്ങൾക്ക് ഖുതുബ നിർവഹിച്ചിട്ടില്ല, ഞങ്ങളോട് പ്രസംഗിച്ചിട്ടേ ഇല്ല. ഇല്ല ഖാല, ഇങ്ങനെ പറയാതെ കണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയാതെ ഖുതുബ നിർവഹിച്ചിട്ടില്ല. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരമായി പറയാറുള്ള കാര്യം? ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു എന്നാണ്. അർത്ഥം നമുക്കറിയാം. അമാനത്ത് ഇല്ലാത്തവന് അവന് ഈമാനില്ല. ലാ ഈമാന, യഥാർത്ഥത്തിൽ വിശ്വാസമില്ല. ലിമൻ, ഒരുത്തന്. ലാ അമാനത ലഹു, അവന് അമാനത്തില്ല, വിശ്വസ്തതയില്ല, ഏൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കുന്നവനല്ല, മറ്റുള്ളവരോട് വാക്കു പറഞ്ഞാൽ പാലിക്കുന്നവനല്ല, വഞ്ചിക്കുന്നവനാണ്. ആ ഒരു മനസ്ഥിതിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ സത്യത്തിൽ ഈമാനില്ലാത്തവനാണ്. അതിൻ്റെ മറ്റൊരു ഭാഗം പറഞ്ഞത് വല ദീന, ദീനില്ല ആർക്ക്? ലിമൻ, ഒരുത്തന്. ല അഹ്ദ ലഹു, അവന് കരാറില്ലാത്തവനാണ്, കരാർ പാലിക്കാത്തവനാണ്, വാഗ്ദാനം ചെയ്താൽ ലംഘിക്കുന്നവനാണ്. അങ്ങനത്തെവന് ദീനുമില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, വളരെ ഗൗരവത്തിൽ ഓരോ മുഅ്മിനും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ റസൂൽ ഇവിടെ പറയുന്നത്. അമാനത്ത് എന്നത്, വിശ്വസ്തത എന്ന്, നമുക്കതിന് വിശ്വസ്തത എന്ന് സാധാരണ നിലക്ക് അർത്ഥം പറയാം. വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ളതാണ് അമാനത്ത് എന്നത്. അമീനാണ്, ഒരാൾ അമീനാകണമെന്നതാണ്. വിശ്വസ്തനാവണം, സത്യസന്ധനാവണം. വഞ്ചന ഒരു നിലക്കും വാക്കിലോ പ്രവൃത്തിയിലോ അവനിൽ വന്നു ചേരാൻ പാടില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ വളരെ ഗൗരവത്തോടെ ഇത് പറഞ്ഞതുകൊണ്ടാണ്. ഈമാനുള്ളവനാണല്ലോ മുഅ്മിൻ. അപ്പോൾ ഒരു മുഅ്മിനിൻ്റെ യഥാർത്ഥ അടയാളമാണ് അവൻ അമാനത്ത് നിർവഹിക്കുന്നവൻ. എന്നാൽ അമാനത്ത് നിർവഹിക്കാത്തവൻ, വിശ്വസിച്ചാൽ ചതിക്കുന്നവൻ, വിശ്വസ്തതയില്ലാത്തവൻ, അവൻ കപടവിശ്വാസിയുടെ ഇനത്തിലാണ് പെടുക. കപടവിശ്വാസിയുടെ സ്വഭാവമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യം എണ്ണി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു മുഅ്മിൻ ഒരിക്കലും കപടനാകാൻ പാടില്ല, വിശ്വസിച്ചവനെ ചതിക്കാൻ പാടില്ല, ഏറ്റെടുത്ത കാര്യം നിർവഹിക്കാതെ ഇരിക്കാൻ പാടില്ല, ഏൽപ്പിച്ച കാര്യം സത്യസന്ധമായി നിർവഹിക്കണം. അതാണ് അമാനത്തെന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് കരാറിൻ്റെ കാര്യവും. വാക്കുപാലിക്കുക, ഒരാൾ ഒരു സമയം പറയുക, ഒരു കരാർ ചെയ്യുക, ഒരു കാര്യം ചെയ്യാമെന്ന് പറയുക, ഇത് നിർവഹിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദീനില്ലാത്തവനാണ്. അവൻ മതത്തിൻ്റെ അടിസ്ഥാനപരമായ സവിശേഷതകളിൽ, ദീനുള്ളവൻ്റെ മുഖ്യമായ പ്രത്യേകതകളിലൊന്നാണ് അവൻ കരാർ പാലിക്കുന്നവനാണ്, വാക്കു പാലിക്കുന്നവനാണ് എന്ന്. അപ്പോൾ ഓരോ വിശ്വാസിയും ഏറ്റെടുത്തതോ ഏൽപ്പിക്കപ്പെട്ടതോ ആയ കാര്യങ്ങളാണ് അമാനത്തുകൾ. മറ്റൊരാളോട് വാക്കാലോ അവൻ്റെ മറ്റേതെങ്കിലും സൂചനയാലോ ഒക്കെ പറഞ്ഞിട്ടുള്ള കരാറുകളാണ് രണ്ടാമത്തത്. രണ്ടും ഈമാനും ദീനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു മുഅ്മിൻ വളരെ ഗൗരവത്തിൽ അത് കാണണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയൊരു കാര്യം നമുക്കറിയില്ലേ? അന്ത്യദിനത്തിൻ്റെ അടയാളമായിട്ട് എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിലൊന്നാണ് അമാനത്ത് നഷ്ടപ്പെടുക എന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ, ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, കൂടപ്പിറപ്പുകളെ, കൂടെ ജീവിക്കുന്നവരെ, സ്വന്തം രക്തത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാലം മാറുമ്പോൾ അത് അന്ത്യദിനത്തിൻ്റെ അടയാളമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൂടി ഇത്തരണത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
അമാനത്ത് നിർവഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കണം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ, ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ ഇവൻ വിശ്വസ്തനാണ് എന്ന് ബോധ്യമുള്ളവനെ അത് ഏൽപ്പിക്കാവൂ എന്നതുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അത് നിർവഹിക്കാൻ തയ്യാറില്ലാത്തവരെ, അനർഹരെയാണ് ഇതേപോലെയുള്ള കാര്യങ്ങൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ ദുരന്തം സമൂഹം ഒത്തടങ്കം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഉത്തരവാദിത്ത ലംഘനങ്ങൾ വരാതിരിക്കാൻ, ചതിയും വഞ്ചനയും വരാതിരിക്കാൻ, ജനങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കാൻ, ശരിക്ക് അമാനത്ത് നിർവഹിക്കുന്നവരെ, വിശ്വസിക്കുന്നവരെ, വിശ്വസിക്കാൻ പറ്റുന്നവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നതുകൂടി ഈ ഹദീസിൻ്റെ ശറഹുകളിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സ്വർഗം ലഭിക്കുന്ന, അള്ളാഹു ഇഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്കറിയാമല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ തീർച്ചയായും വിജയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് എണ്ണുന്ന കൂട്ടത്തിൽ സൂറത്ത് മആരിജിൽ അള്ളാഹു പറയുന്നത് വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഇപ്പം നമ്മൾ പറഞ്ഞ ഈ ഹദീസിൽ ഈ രണ്ട് വിഷയങ്ങളും അള്ളാഹു ചേർത്തി പറഞ്ഞിട്ടുണ്ട്. അവർ തങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും തങ്ങളുടെ കരാറുകളും അല്ലെങ്കിൽ ഉടമ്പടികളും പാലിച്ചു പോരുന്നവരാണവർ. അവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അങ്ങനെയുള്ള വിശ്വാസികളാണ് വിജയിക്കുന്നത്. അതൊരു വിശ്വാസിയുടെ സിഫാത്തുകളിൽപ്പെട്ടാണ്, വിശേഷണങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൂറത്ത് നിസായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ. ആളുകൾക്ക് അമാനത്തുകൾ എത്തിച്ചു കൊടുക്കുക, നിർവഹിക്കുക എന്നത് അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സൂറത്ത് അൻഫാലിൽ 27 അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ലാ തഖൂനുല്ലാഹ വറസൂല വതഖൂനു അമാനാത്തിക്കും. നിങ്ങൾ അള്ളാഹുവിനെ ചതിക്കരുത് കേട്ടോ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ ചതിക്കാൻ പാടില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അമാനത്തുകളോടാണ് ചതി കാണിക്കുന്നത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാമെന്ന് വിശ്വാസികൾ ഏറ്റെടുത്ത കരാറാണ്. അതൊരു അമാനത്താണ്, ഏറ്റെടുത്തതാണ്. അപ്പോൾ അത് നിർവഹിക്കാതിരിക്കുമ്പോൾ പോലും അവിടെ വരുന്നത് ചതിയാണ്. അതൊരിക്കലും പാടില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അമാനത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിശാലമായ ഒരു മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അതിൽ അടിസ്ഥാനപരമായിട്ട് രണ്ട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഒന്ന്, അള്ളാഹുവിനോടുള്ള അവകാശങ്ങൾ ബാധ്യത നിർവഹിക്കുന്നതിലുള്ള അമാനത്താണ് അമാനത്തുൻ ഫി ഹുഖൂഖില്ല. മറ്റൊന്ന് അമാനത്തുൽ അബ്ദ് ഫി ഇബാദത്തിൽ, അള്ളാഹുവിൻ്റെ ഒരടിമക്ക് അള്ളാഹുവിന് നിർവഹിക്കേണ്ട ഇബാദത്തുകളിലുള്ള അമാനത്താണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതായത് അള്ളാഹുവിനോടുള്ള അമാനത്ത്, അള്ളാഹുവിനുള്ള ബാധ്യത എന്ന് പറഞ്ഞാൽ അള്ളാഹു നിർവഹിക്കേണ്ടുന്ന ഇബാദത്തുകൾ, ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുക, അതാണ്. മറ്റൊന്ന് മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകളാണ്, അമാനത്തുകളാണ്. ഈ രണ്ട് അമാനത്തുകളും അള്ളാഹുവിനോട് ചെയ്യേണ്ട അമാനത്ത്, വിശ്വസ്തത, അത് പാലിക്കണം. മനുഷ്യരോടുമുള്ളതും പാലിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഈ വചനം, അതേപോലെ അള്ളാഹുവിൻ്റെ വചനവും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമുള്ള പറഞ്ഞതുകൂടി നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇസ്ലാമിൻ്റെ തുടക്കം മുതലേ ശക്തമായ ഓർമ്മപ്പെടുത്തൽ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹെർക്കൽ ചക്രവർത്തിയോട് അന്ന് അബൂ സുഫിയാൻ മുസ്ലിം അല്ലാതിരുന്ന കാലഘട്ടത്തിൽ എന്താണ് മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ യഅ്മുറു ബിസ്സലാത്തി വസ്സിദ്ഖി വൽ അഫാഫി വൽ വഫാഇ ബിൽ അഹ്ദ് വ അദാഇൽ അമാന എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ റസൂൽ ഞങ്ങളോട് ഉപദേശിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അമാനത്ത് നിർവഹിക്കണം, വിശ്വസ്തത പാലിക്കണം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾ അമാനത്ത് നിർവഹിക്കണേ. വഅദ്ദു ഇദ തുമിൻതും, നിങ്ങൾ അമാനത്ത് നിർവഹിക്കേണ്ടവരാണ്, പാലിക്കേണ്ടവരാണ് എന്നതുകൊണ്ട് പ്രിയമുള്ളവരെ, നിത്യജീവിതത്തിൽ മരണം വരെ, അവസാനം വരെ അമാനത്ത് നിർവഹിക്കുന്ന ഒരു യഥാർത്ഥ അമീനായി, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനായി ജീവിച്ചു മരിക്കാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.